എല്ലാവർക്കും മിയ കിച്ചന്റെ ഹാപ്പി റംദാൻ. അപ്പൊ ഇന്ന് റംദാൻ ആയതുകൊണ്ട് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡും പിന്നെ പുഴുങ്ങിയെടുത്തേക്കണ മുട്ട വെച്ചിട്ട് ഇതിലേക്കുള്ള ഒരു ഫില്ലിംഗ് ഉണ്ടാക്കും. ഈ ഫില്ലിംഗ് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പൊട്ടിട്ട് ഫ്രിഡ്ജിൽ റെഡി ആക്കിയിട്ട് വെച്ചാലും കുഴപ്പമില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് ബ്രെഡിൽ തേച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഏത് ടൈപ്പ് ബ്രെഡായിരുന്നാലും കുഴപ്പമില്ല, വീറ്റിൻ്റെ ബ്രെഡോ അല്ലെങ്കിൽ ഓട്സിൻ്റെ ബ്രെഡോ എന്ത് ബ്രെഡായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു ബ്രെഡിനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കണത്, അല്ലെങ്കിൽ ഒറ്റ പീസായിട്ട് ഉണ്ടാക്കാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കണ ചുവന്നുള്ളി ഇതേപോലത്തെ വലിയ ചുവന്നുള്ളി കേട്ടോ. ഇതേപോലത്തെ ഒരു വലുത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം അളവിലെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് പകുതി നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് അരച്ചിട്ടാണ് ഫില്ലിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചുവന്നുള്ളി പകുതി ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ അരച്ചിട്ട് ചേർക്കും. പിന്നെ ബാക്കിയുള്ളത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കുക. ചുവന്നുള്ളി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ചേർക്കുക. സവോള ചേർക്കുമ്പോഴായിരുന്നാലും ഒരുപാട് ചേർക്കരുത്. കാരണം ഇത് അരച്ചിട്ട് എടുക്കുമ്പോൾ സവോളയുടെ ഉള്ളിലേക്കും ചുവന്നുള്ളിനേക്കാളും കുറച്ചും കൂടി വെള്ളം കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ ഭയങ്കര അങ്ങോട്ട് ഒരു വെള്ളം പോലെ ആവരുത്, അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കണ്ട. ഒരു ഏകദേശം അളവിൽ സവോളയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ചേർക്കാം. പിന്നെ പച്ചമുളക് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്, ക്രഷ് ചെയ്തേക്കണ മുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനിവിടെ ഇതേപോലത്തെ 3 വലിയ വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഒരെണ്ണം നല്ല വലുതാണ്, പിന്നെ 2 ചെറുത്. പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ആ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മുട്ടയും ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ എടുക്കും. അങ്ങനെ പേസ്റ്റ് പോലെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബാക്കിയുള്ള ചുവന്നുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കും. പിന്നെ ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. പിന്നെ ചീസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടും ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കണില്ല, ചീസും ചേർക്കണില്ല. അത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേശ്ശെ ചേർക്കാം. ക്യാപ്സിക്കം നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ മയോനൈസ് എടുത്തിട്ടുണ്ട്. ഈ മയോനൈസ് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് മയോനൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ 2 ആഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ മയോനൈസ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, ഇത് കുറേ നാൾ വരെ കേടുവരാണ്ടിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഈ മിക്സിലേക്ക് 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടി വളരെ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ക്രഷ് ചെയ്തേക്കണ മുളക്, ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയൊക്കെയാണ് നമ്മൾ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ സാധനങ്ങൾ കൂടുതൽ പോലെ ഉണ്ടാവും, പക്ഷേ ഇതിനകത്ത് ഒരു ഇതെല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ഒരു ജാർ എടുക്കാം. അപ്പോൾ ചീസും പിന്നെ ക്യാപ്സിക്കോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോ, കാരണം ചീസൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ജാറിലേക്ക് വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി ചേർക്കുമ്പോഴായിരുന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കാണ്ട് അറിയില്ല. അപ്പോൾ ഇന്നിവിടെ ശനിയാഴ്ച കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ഇവിടെ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്, പക്ഷേ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊന്നുമില്ല. ഞങ്ങളൊരു 20 ഫാമിലീസാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫാമിലി ഡേ ആണ്. വൈകിട്ട് 5 മണിക്കാണ് പരിപാടി. ഇവിടെ ഒരു സ്കൂളിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ശരിക്കും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പരിപാടി ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ ഓർത്തത് റംദാനാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചെയ്യേണ്ടിയിരുന്നു. പിന്നെ എൻ്റെ ഇളയ മോളുടെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട്. ചുവന്നുള്ളി അപ്പോൾ നമുക്ക് മുഴുവൻ ഇതിലേക്ക് ചേർക്കണ്ട, കുറച്ച് നമുക്ക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാം.
പച്ചമുളക് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർക്കാം. ഫസ്റ്റ് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മിക്സ് നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മയോനൈസൊക്കെ നമുക്ക് വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും മയോനൈസ് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് എടുക്കാം. ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി എടുത്താൽ മതി, അത്രയ്ക്കേ പണിയുള്ളൂ. ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നാൽ മതി, കുറച്ചധികം നാൾ വരെ കേടുവരാണ്ടിരിക്കും. അത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ച ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം കുട്ടികളുള്ള വീട്ടിലേക്കും മയോനൈസ് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലേക്ക് മുട്ട ചേർക്കണില്ല. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മുട്ട ചേർക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ശരിക്കാണ്ട് അറിയില്ല. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട ചേർക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ മുട്ടയല്ല കേട്ടോ, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മുട്ടയാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരു കോഴി ഞങ്ങളുടെ വീട്ടിൽ കുറേ നാളെത്തിയിട്ട് ഒരു ഗ്രീൻ മുട്ട ഇടുന്നൊരു കോഴി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീട് സ്ഥിരം കാണുന്നവർക്ക് അറിയായിരിക്കും. അതിന് 4 വർഷമായിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാൻ അതിനെ കൊത്തിച്ചുണ്ടാക്കിയ കോഴിയായിരുന്നു. ഒരിത് അത്യാവശ്യം നല്ല പൈസയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോഴിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ നേരം ലേറ്റായി, കൂടടയ്ക്കാൻ ലേറ്റായി. അപ്പോൾ വന്നപ്പോഴേക്കും അതിന് റാക്കൂണാന്ന് തോന്നും വന്നിട്ട് പിടിച്ചോണ്ട്. അപ്പോൾ ഇനി ഇതും കൂടിയിട്ട് നന്നായിട്ട് നരച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതിലേക്ക് ഞാനിവിടെ ഈ ചുവന്നുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണം മുളക് ചേർക്കാം. അതിനൊന്നും കറക്റ്റായിട്ടൊരു അളവില്ല കേട്ടോ, അത് കുറച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടി ചേർക്കുക, അതും കുറച്ച് ചേർക്കുക. കുരുമുളക് പൊടി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടാവും. പിന്നെ ക്രഷ് ചെയ്തേക്കണ മുളക് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കാരണം അതിനൊന്നും കറക്റ്റ് അത്രയ്ക്ക് ഇങ്ങനെ ഒരു അളവ് വേണമെന്നില്ല, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇത്രയ്ക്ക് ചേർക്കണത്, ഇത് ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂണിൽ ഒരു 1/4 ടേബിൾ സ്പൂണേ ചേർക്കണുള്ളൂ. കാരണം മല്ലിപ്പൊടി കൂടുതൽ ചേർക്കരുത്, അതുകൊണ്ടാണ് ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറഞ്ഞത്. അല്ലെങ്കിൽ മല്ലിയുടെ ഒരു കുത്തു വരുമല്ലോ. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം ഉപ്പ് കൂടിയുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് മയോനൈസിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മയോനൈസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ചെറുതായിട്ടൊരു പുളി രസമുള്ളത് എനിക്കിഷ്ടം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ കൂടിയും ചേർത്തു. അത് നിങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡുമ്പോൾ തേച്ച് കൊടുക്കണം. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ ഒരു ബ്രെഡിനെ 2 പീസായിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഒറ്റ പീസായിട്ടും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സ്ലൈസിന് 2 പീസായിട്ട് കട്ട് ചെയ്യും. അതിങ്ങനെ നേരത്തെ കൂട്ടിയിട്ട് ഇങ്ങനെ ഫില്ലിങ് വെക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് 2 സൈഡിലാണ്ട് ഇതേപോലെ അങ്ങോട്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പാനിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് ഭയങ്കര കനത്തിൽ വെക്കണ്ട, കാരണം ചിലപ്പോൾ ഉള്ളിലേക്ക് ചിലപ്പോൾ ശരിക്കും അങ്ങോട്ട് മുരിഞ്ഞു കിട്ടില്ല. ഭയങ്കര കനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു കനത്തിൽ വെക്കണം.
ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൽ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിലേക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ഇതുമ്പോൾ ഇങ്ങനെ തേച്ച് ഇത് നമ്മൾ ഇട്ട് വരുമ്പോഴേക്കും ഏറ്റാതെ ഇട്ടതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ തീ അത് ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരുന്നാലും നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഇതെൻ്റെ ദോശകല്ല കേട്ടോ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ എനിക്ക് ഈ ദോശക്കല്ലിൽ മസാല ദോശ ഉണ്ടാക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. പക്ഷേ ദോശയൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അതേപോലെ ചപ്പാത്തി, മുട്ട പൊരിക്കാനൊക്കെ നല്ലത്. ഇത് മൊരിഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. കാരണം ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുത്ത ഓയിലൊക്കെ ഇവിടെ സൈഡിൽ പോയിരിക്കുക. സെൻറ്ററിലുള്ളതിനൊന്നും ഓയിലില്ല. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരണം, പിള്ളേർക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊന്ന് മറിച്ചിടാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നാലും നന്നായിട്ടാണ് മൊരിഞ്ഞ് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മുകളിൽ മാത്രമേ അങ്ങോട്ട് മൊരിയുള്ളൂ. അല്ലെങ്കിൽ സെൻറ്ററിലോട്ട് ഓയിൽ നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ ഒഴിച്ച ഓയിൽ മുഴുവനും ഇവിടെ സൈഡിൽ പോയി നിൽക്കാം. പിന്നെ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. രണ്ട് സൈഡ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മുരിച്ചിട്ട് എടുക്കണം. ഒരു സൈഡ് മാത്രമാണ് മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നാണ്ട് തിരിച്ചിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് മറിച്ചിട്ടിട്ട് മുരിച്ചിട്ട് എടുക്കാം. കാരണം ഒരു ചെറിയ തീയിലിട്ടിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് മുരിച്ചിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെടുത്ത് നമുക്കൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ മൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കാണ്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. പ്രത്യേകിച്ച് വേറൊന്നും എനിക്കറിയില്ല. മനസ്സിലിങ്ങനെ തോന്നിയ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു മുട്ട അങ്ങനെ പുഴുങ്ങിയത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റിന് ചിലപ്പോൾ വ്യത്യാസം വരുന്നു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഇനിയും നോമ്പിൻ്റെ സമയത്ത് നല്ല നല്ല റെസിപ്പികളായിട്ട് മിയാക്കിച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.